സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാര ശേഷം ദുആ ചെയ്യുമ്പോൾ ഈമാന് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവത്തോടെ രണ്ടാമത് ദുആ ചെയ്തിരുന്നത് ആരോഗ്യത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചില ആളുകൾ ദുആർക്കുന്നു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സലാമതൻ ഫിദ്ദീൻ. എന്റെ ദീൻ ഫസാദാവാൻ പാടില്ല. ഈ കാലഘട്ടം അങ്ങനെയാണല്ലോ, ദീൻ ഫസാദായി പോകുന്ന കാലഘട്ടമാണ്. സർക്കാർ രേഖയില്, പള്ളിക്കമ്മിറ്റിയുടെ രേഖയിലൊക്കെ മുസ്ലിം കാസ്റ്റ് രേഖപ്പെടുത്തി മുസ്ലിം ആയിരിക്കും. ദീൻ ഫസാദായിട്ടുണ്ടാകും. അറിയാതെ കുഫർ വന്ന് ചേർന്ന് പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നസ്അലുക സലാമതൻ ഫിദ്ദീൻ വആഫിയതൻ ഫിൽ ജസദ്. ദീനിന്റെ സലാമത്തിന് വേണ്ടി ദുആ ചെയ്ത ഉടനെ, നിന്റെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്ത ഉടനെ ഗൗരവത്തോടെ ചിന്തിക്കുമോ? ഗൗരവത്തോടെ നിങ്ങൾ ചിന്തിക്കുമോ? നിന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്ത ഉടനെ ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആ ദ്വാർക്കണത്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ശ്വസിക്കുന്ന വായുവിലെ മലിനാവസ്ഥ അറിയുമോ? നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് പഠിക്കണം, ദുനിയാവ് പഠിക്കണം. നിങ്ങൾ ഉസ്താദ് പറഞ്ഞു അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് സത്യത്തിൽ ആസ്വദിക്കാനുള്ള സ്ഥലം ഇത്. നല്ല റാഹത്തില്, നല്ല സന്തോഷത്തില്, നല്ല എന്താ പറയാ, എൻജോയ്മെന്റ്, കംപ്ലീറ്റ്ലി എൻജോയ്മെന്റ്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അതിനുവേണ്ടിയാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അല്ലെങ്കിൽ എന്തിനാ ദ്വാരക്കണത്? ദുനിയാവിൽ ഇടങ്ങാറാവാനുള്ള പിന്നെ അത് ദ്വാരക്കണം. എന്തിനാ ദ്വാരക്കണത്? ദുനിയാവ് ആസ്വദിക്കാനുള്ളതാണ്, ദുനിയാവ് രസിക്കാനുള്ളതാണ്. അള്ളാഹു വിഭിന്നങ്ങളായ രുചികൾ പടച്ചത് എന്തിനാണ്? പറയും, എരിവും പുളിയും മധുരവും അത് മനസ്സിലാക്കാനുള്ള നാവിന്റെ ശേഷിയും റബ്ബ് തആല തന്നത് എന്തിനാണ്? രുചികൾ പറ്റില്ലെങ്കിൽ, രുചിക്കാൻ പാടില്ലെങ്കിൽ, കളറുകൾ ആസ്വദിക്കാൻ പാടില്ലെങ്കിൽ, വിഭിന്നങ്ങളായ കളറുകളിൽ പൂക്കളെ പടച്ചത് എന്തിനാണ്? അതിന്റെ സൗഗന്ധികം എന്തിനാണ്? വിഭിന്നങ്ങളായ സുഗന്ധം എന്തിനാണ്? വാസനകൾ ആസ്വദിക്കാൻ പാടില്ലെങ്കിൽ അള്ളാഹു വെച്ചത് എന്ന ചോദ്യം വരും. അപ്പൊ ദുനിയാവ് ആസ്വദിക്കാനുള്ളതാണ്, ദുനിയാവ് ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. ദുനിയാവ് ആസ്വദിക്കുമ്പോഴാണ് ഇതിനേക്കാൾ മനോഹരമായ സ്വർഗം എത്ര വലുതാണെന്ന തോന്നൽ ബുദ്ധിമാന്റെ ഹൃദയത്തിൽ വരിക. ബുദ്ധിയില്ലാത്തവനോ എന്തൊക്കെ പറഞ്ഞാലും ദുനിയാവ് ആസ്വദിക്കും, എനിക്ക് മറ്റേത് ഓർമ്മ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ബുദ്ധിമാന് മാത്രമേ ഖബർ മനസ്സിലാവുള്ളൂ. ഈമാൻ കൊണ്ട് പക്വത നേടിയവർക്ക് മാത്രമേ ഖബർ മനസ്സിലാവുള്ളൂ. ഈമാനിൽ പക്വത നേടിയവർക്ക് മാത്രമേ ഖബർ മനസ്സിലാവൂ, ആഖിറം മനസ്സിലാവൂ, ബർസഖി ലോകവും ആലമുൽ മഹ്ശറും മനസ്സിലാവുള്ളൂ. അല്ലാത്തവരിങ്ങനെ പറയുന്ന കേട്ടിട്ട് ഇങ്ങനെ പോകുന്നല്ലാതെ കഥ ഉണ്ടാവില്ല. അപ്പൊ ദുനിയാവാണ് ആദ്യം പഠിക്കേണ്ടത്. ദുനിയാവിനെ മനസ്സിലാക്കണം, ദുനിയാവിനെ അറിയണം, നിങ്ങളുടെ ശരീരത്തെ അറിയണം, ശരീരത്തിലെ താല്പര്യത്തെ അറിയണം, ശരീരത്തിൽ ആരോഗ്യത്തിന്റെ വിലയെയും മൂല്യത്തെയും അറിയണം. അതിന്റെ വില അറിയണം, അതിന്റെ മൂല്യം അറിയണം. അപ്പൊ അതിന് ദ്വാരക്കും, അതിനു വേണ്ടി ദ്വാരക്കും. ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവത്തോടെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നു. പള്ളിക്കാട്ടില് മയ്യത്ത് മറവ് ചെയ്യുന്ന പള്ളിക്കാട്ട് പോയാൽ പോലും ആരോഗ്യത്തിന് വേണ്ടി ദ്വാരക്കാൻ പഠിപ്പിച്ച മതാണ്. അവിടെയാണ് ഇതിന്റെ ഗൗരവം, അറിയാലോ. പക്ഷെ നമ്മളാരും ആ ഗൗരവം കാണിച്ചിട്ടില്ല സ്വന്തം ശരീരത്തോട്. നമ്മൾ മനസ്സിലാക്കിയത് തിന്നാ കുടിക്കുക, എക്സസൈസ് ചെയ്യുക, ആരോഗ്യം ഉണ്ടാവുന്ന. തിന്നാ കുടിക്കുക, ആരോഗ്യം ഉണ്ടാവുന്ന ചില ആൾ മനസ്സിലാക്കിയത്. കുറച്ചും കൂടി വിദ്യാഭ്യാസം ഉണ്ട് എന്ന് തോന്നിയ ആള് എക്സസൈസ് ചെയ്യാനും പോയി, എന്നിട്ടും സുഖടക്കുണ്ട്. അതാ രസം. ജിമ്മിനൊക്കെ പോയ വമ്പന്മാരുണ്ട്, മസിലൊക്കെ സ്പെഷ്യലായിട്ട് ഉരുട്ടിയിട്ട് അവസാനം നിർത്തി നോക്കുമ്പോഴത്തേക്ക് വേറെ എന്തെല്ലാം സുഖടക്ക വന്നു. ആരോഗ്യം ഉണ്ടാക്കാൻ അങ്ങനൊക്കെ മാത്രം കഴിയോ? അതിന് മാത്രം കഴിയോ?
ഭക്ഷണം കഴിച്ചാൽ മാത്രം ആരോഗ്യം ഉണ്ടാവോ? വെള്ളം കുടിച്ചാൽ മാത്രം ആരോഗ്യം ഉണ്ടാവോ? അത് മാത്രം മതിയോ? അപ്പൊ ഇതൊന്നും ചെയ്യാത്തവർക്കാണോ ഇപ്പോൾ ഉള്ള രോഗങ്ങളൊക്കെ വന്നിരിക്കുന്നത്? മഹാമാരക രോഗങ്ങൾ വല്ലാതെ വളർന്നിരിക്കുന്ന ഒരു കാലമാണിത് കേട്ടോ. മഹാമാരക രോഗങ്ങൾ വല്ലാതെ പടർന്നിരിക്കുന്ന ഒരു കാലത്താണ് സംസാരിക്കുന്നത് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സദസ്സ് മനസ്സിലാക്കണം. ഇതെന്തിനാപ്പ വയത് പറയണത് എന്ന് ആലോചിക്കരുത് നിങ്ങൾ. വളരെ ഗൗരവത്തിലാണ്, വളരെ പരിതാപകരമാണ് മനുഷ്യ സമുദായത്തിന്റെ ജീവിതം. ദിനം പ്രതി ആയിരക്കണക്കിന് യുവാക്കളാണ് കരൾ രോഗത്തിൽ പെട്ടുപോകുന്നത്. ദിനം പ്രതി ആയിരക്കണക്കിന് യുവാക്കൾ, യുവതികളാണ് കിഡ്നി രോഗം പെട്ടുപോകുന്നത്. ഓരോ മാസവും ലക്ഷത്തിൽ പരം ജനങ്ങൾക്കാണ് പുതുതായി കിഡ്നി രോഗം ഉണ്ടാകുന്നത്. കേരളത്തിൽ 30 ദിവസം കൊണ്ട് ലക്ഷത്തിൽ പരം ആളുകൾക്ക് കിഡ്നി രോഗം ഉണ്ടാകുന്നു എന്ന് വന്നാൽ ഒരു ദിവസം കിഡ്നി രോഗം ഉണ്ടാകുന്നവരുടെ എണ്ണം എത്രയാണ്? രോഗമുണ്ടാകുന്നു എന്നതല്ല പ്രശ്നം, രോഗം വന്ന് ഡയാലിസിസ് ചെയ്യേണ്ട മാരകമായ അവസ്ഥയിലേക്ക് എത്തുന്നത് 1.5 ലക്ഷത്തോളം ആളുകളാണ് പ്രതിമാസം നമ്മുടെ കേരളത്തിൽ. അങ്ങനെയാണ് അവസ്ഥ. 30, 40 അല്ലെങ്കിൽ 30, 20 ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാര്, കുട്ടികൾ ജീവിതത്തിന്റെ രസം നുകർന്ന് തുടങ്ങുന്ന കാലഘട്ടത്തിൽ അതിമാരകമായ കിഡ്നി രോഗം പിടികൂടുകയും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ആഴ്ചയിൽ 2-3 തവണ അത്തരം യൂണിറ്റുകളെ, സെന്ററുകളെ സമീപിക്കുകയും അവസാനം ശരീരം തളരുകയും ജീവിതം മടുക്കുകയും മരിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് സ്വകാര്യമായി ഡോക്ടേഴ്സിനോട് സങ്കടം പറയുകയും ചെയ്യുന്ന ദയനീയമായ അവസ്ഥ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ലോകാടിസ്ഥാനത്തിൽ മനുഷ്യന്മാരുടെ ആരോഗ്യം വർദ്ധിച്ചപ്പോ കേരളത്തിൽ ജനങ്ങളുടെ ആരോഗ്യം വളരെ കുറവാണ്, ആയുസ് കുറവാണ്. ലോകത്ത് മനുഷ്യന്മാരുടെ മരണനിരക്ക് കുറഞ്ഞു, കേരളത്തിൽ മനുഷ്യരുടെ മരണനിരക്ക് വർദ്ധിച്ചു. കേരളത്തിലാണ് ആളുകൾക്ക് ആയുസ് വളരെ കുറവ്. വേഗം മരിക്കുന്നവർ കേരളത്തിലാണ് കൂടുതൽ. അതുകൊണ്ട് ആ മതപ്രഭാഷണ പരമ്പര വെച്ചപ്പോൾ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വിഷയത്തെ കുറിച്ച് അതിന്റെ തുടക്ക ദിവസത്തിൽ തന്നെ സംഘടിപ്പിക്കാൻ സംഘാടകർക്ക് തോന്നലുണ്ടായത് ഇത് വലിയ കാര്യമാണ്. ഇസ്ലാം വളരെ ഗൗരവത്തോടെയാണ് മനുഷ്യന്റെ ആരോഗ്യത്തെ കണ്ടത്. അതിന് സഹായകമായ അധ്യാപനങ്ങളാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അതിന് മാതൃകയാണ് നബിയും സ്വഹാബത്തും. അതിന് മാതൃകയാണ്. അപ്പോ എങ്ങനെ രോഗമുണ്ടാവുന്നത് എന്ന ചോദ്യത്തിന് ലളിതമായി പറയാൻ പറ്റുന്ന ഒരു മറുപടി, ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ദുൽമ ചെയ്യുന്നതിലൂടെയാണ് രോഗം. ഒരു മറുപടി അതാണ്. അത് മാത്രമാണ് മറുപടി എന്ന് മനസ്സിലാക്കരുത് കേട്ടോ. ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ദുൽമ ചെയ്യുമ്പോഴാണ് അയാൾ രോഗിയായി തീരുന്നത്. ഇത് മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ദുൽമ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് രോഗം പിടികൂടില്ല. അപ്പൊ ചോദ്യം, പകർച്ചവ്യാധിയോ? പകർച്ചവ്യാധി എന്ന് പറയുന്നൊരു രോഗമില്ല. ഇയാൾ ഏത് കാലത്തായി ജീവിക്കണേ? പകർച്ചവ്യാധി ഇല്ലേ? നല്ല ആളെയാണ് കബീർ സാഹിബ് പ്രസംഗിക്കാൻ ഏൽപ്പിച്ചത്. പകർച്ചവ്യാധി ഇല്ല ഒരു പബ്ലിക് സ്റ്റേജിലായി പറയണത്. അതും നേരത്തെ പറഞ്ഞ വിദ്യാസമ്പന്നരുടെ മഹാസംഗമം നടത്താൻ പറ്റുന്ന ഒരു കാലത്ത് അറിയാണ്ട് വായ്മെന്ന് വീണ് പോയതാന്ന് തോന്നണ്ടല്ല. എന്ന് പറയുന്നൊരു ഹദീസ് കാണും. രോഗം പകരില്ല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗപ്പകർച്ചയില്ല. പകർച്ചവ്യാധി എന്ന പേര് പറഞ്ഞ് കേരളം വിറങ്ങലിച്ചപ്പോൾ കോഴിക്കോട് ജില്ല പ്രത്യേകിച്ചും വിറങ്ങലിച്ചപ്പോൾ രോഗം പകരില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചൊരു സമൂഹം ഉണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് മെഡിക്കൽ സയൻസ് എന്ന പേരിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ സംവിധാനം ഉണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കേരളത്തിലെ ആരോഗ്യ വകുപ്പിലും രേഖാമൂലം ഞങ്ങൾ ഇത് അവതരിപ്പിച്ചിരുന്നു. അല്ലാതൊരു ഗ്രാമപ്രദേശത്ത് ഒരു തെക്കാവിന്റെ മുമ്പിലിരുന്ന കുറച്ച് സാധാരണക്കാരോട് പറയണല്ലേ ഇത്. രോഗം പകരില്ല, രോഗമിറങ്ങലാണ്. ചില രാത്രികളിൽ
ചില രാത്രികളിൽ കൊല്ലത്തിൽ എല്ലാ വർഷത്തിലും ചില രാത്രികളിൽ ആകാശമേലാപ്പിൽ നിന്ന് ചില പ്രത്യേക രോഗങ്ങൾ അല്ലാഹു ഇറക്കും. ആ സമയത്ത് ആരൊക്കെ ആ രോഗം വരാൻ കാരണക്കാരായി നിൽക്കുന്നുവോ, ശ്രദ്ധയില്ലാതെ ആരൊക്കെ ആ രൂപത്തിൽ നിൽക്കുന്നുവോ, തുറന്നു വെച്ച പാത്രമുള്ള വീട് ഏതൊക്കെയാണോ, തുറന്നു വെച്ച പാത്രങ്ങളുള്ള വീട് ഏതൊക്കെയാണോ, ബ്രഷ് ചെയ്യാതെ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരൊക്കെ ഏതൊക്കെയാണോ, വിരുപ്പ് വൃത്തിയാക്കാതെ കിടന്നുറങ്ങുന്ന വീട്ടുകാരേതൊക്കെയാണോ, അല്ലാഹുമ്മ ഹ്ഫളനാ ഫീ ളുലുമത്തിൽ ലൈൽ. ഈ ദുആ ഈ ദുആ എന്തിനാണ്? നിങ്ങൾ അള്ളാന്റെ ദീൻ പഠിക്കണം. അള്ളാന്റെ ദീൻ മനസ്സിലാക്കാത്തടത്തോളം കാലം വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരും. വിവരമുള്ള ആളുകളോട്, ഖുർആൻ കയ്യിലുള്ള ആളുകളോട് വിവരമില്ലാത്ത ആള് വർത്താനം പറഞ്ഞ് പേടിപ്പിക്കുക. ഖുർആനിന്റെ അഹിലുകാരെ ഖുർആൻ അറിയാത്തവർ ഇൽമു പഠിപ്പിക്കുക. അതൊരു അബദ്ധാണ്. ഖുർആനല്ലേ ഇൽമ്. നിങ്ങളുടെ ഒരു നിർഭാഗ്യത്തിന്റെ കടുപ്പം ഞാനതാ ചിന്തിക്കണത്. നിങ്ങളുടെ ഒരു നിർഭാഗ്യത്തിന്റെ കടുപ്പം നോക്കിയ അറിവ് കുറഞ്ഞവരോ അറിവില്ലാത്തവരോ ശരിയായ അറിവില്ലാത്തവരോ പറയണത് കണ്ട് പേടിക്കേണ്ടവരാണോ നമ്മൾ? നിപ്പ വൈറസിന്റെ പേര് പറഞ്ഞിട്ട് കേരളത്തെ വല്ലാതെ ഭയപ്പെടുത്തിയ കാലത്ത് ഞങ്ങൾ പറഞ്ഞു വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്. രോഗാണുവിന് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്കോ അന്തരീക്ഷത്തിൽ നിന്നൊരു ശരീരത്തിലേക്കോ വസ്തുവിലേക്കോ നീങ്ങാൻ കഴിയും. രോഗത്തിന് നീങ്ങാൻ കഴിയില്ല. രോഗം നീങ്ങില്ല, രോഗാണു നീങ്ങിയേക്കാം. മരിച്ചാളുടെ വീട്ടിൽ മരിക്കാത്ത ആളുകൾ ഉണ്ടായിട്ടില്ലേ? ആദ്യം മരിച്ച വ്യക്തിയുടെ വീട്ടിൽ മരിക്കാത്ത വ്യക്തി ഇപ്പില്ലേ? ഉണ്ടോ ഇല്ലേ? അന്നേരം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ പേരക്കന്റെ കഥയാ പറയാ, വവ്വാലിന്റെ കഥയാ പറയാ. പിന്നെ വവ്വാല് രോഗം വരുന്ന പക്ഷിയല്ലേ? ഖുർആൻ മഹത്വപ്പെടുത്തിയ പക്ഷി എന്നതുപോലും നമുക്കാർക്കും ഓർമ്മ വന്നില്ല. ഖുർആൻ മഹത്വപ്പെടുത്തിയ പക്ഷി, ഹദീസിലൂടെ മഹത്വപ്പെടുത്തിയ പക്ഷി, മുത്തുനബി വലിയ പൊരിശ പറഞ്ഞ ഒരു പക്ഷി, അത്ര ഒരു ആളുകൾക്കിടയിൽ മരണം വിതക്കുന്ന പക്ഷിയാക്കി അവതരിപ്പിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. വവ്വാൽ. അവിടെ പോലും ഇസ്ലാമിക ജ്ഞാന ഗ്രന്ഥ ലോകങ്ങൾ തുറന്നു നോക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. നിർഭാഗ്യം. മാറണം നമ്മൾ. ഖുർആനിലേക്ക് തിരിച്ചു വരണം. അല്ലാഹുവേ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഖുർആനിലേക്ക്. ഞാൻ മുസ്ലിമാണ്, വമാ അന മിനൽ മുശ്രിക്കീൻ. അത് ചുമ്മാ പറയണല്ല, അത് ചുമ്മാ പറയണ സംസ്കാരമായി എടുക്കണം. രാത്രി കമിഴ്ത്തി വെക്കാത്ത പാത്രങ്ങളുള്ള വീട്ടുകാര്, ആവശ്യം കഴിഞ്ഞ് മൂടി വെക്കാത്ത പാത്രങ്ങൾ സൂക്ഷിച്ച വീട്ടുകാര്. അപ്പൊ രാത്രികളിൽ, ചില രാത്രികളിൽ, എല്ലാ വർഷത്തിലെയും ചില രാത്രികളിൽ ചില രോഗങ്ങൾ ഇറങ്ങും. രോഗം അല്ലാഹുവിൽ നിന്നിറങ്ങലാണ്. മാ അൻസലല്ലാഹു ദാഅൻ. രോഗം ഇൻസാൽ ഇറങ്ങലാണ്. അത് പരക്കലുണ്ടോ ഇല്ല, അത് പരക്കലുണ്ടോ ഇല്ല. ഇറങ്ങുമ്പോ ഇപ്പൊ ഇവിടെ മഴ പെയ്തു, നിങ്ങൾ അവിടെ പന്തൽ കെട്ടാത്തോണ്ട് നിങ്ങൾക്കൊക്കെ മഴ കൊള്ളും, ഞങ്ങൾക്ക് കൊള്ളില്ല. കൊള്ളു നമുക്ക്? മനസ്സിലായില്ല? അർത്ഥം മനസ്സിലായില്ലേ? അർത്ഥം മനസ്സിലായോ? മഴ ഇറങ്ങി, നിങ്ങൾ മഴ കൊണ്ടു, ഞങ്ങൾ മഴ കൊണ്ടില്ല, ഞങ്ങൾ സേഫ് നാലാട്. അതിന്റെ സൂത്രവാക്യം അതാണ്. അപ്പൊ സ്വന്തം ശരീരത്തോട് ദുൽമ ചെയ്താൽ, സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്താൽ ആ തെറ്റിന് ശിക്ഷയായി വരുന്നതാണ് രോഗമെന്ന് ഖുർആൻ. ഇബ്നു ഹജർ തങ്ങള് ഫത്ഹുൽ ബാരിയിൽ രോഗം വരുന്ന വിഷയം ചർച്ച ചെയ്യാൻ ഫത്ഹുൽ ബാരി 2-ാം വാള്യത്തിൽ ഈ ആയത്തിനെ കൊണ്ടുവരികയാണ്. സൂറത്തു നിസായിലെ ഈ ചെറിയ ഭാഗത്തെ കൊണ്ടുവരികയാണ്. ഒരു മനുഷ്യന്റെ കർമ്മം ചീത്തയായാൽ എങ്ങനെ രോഗം ഉണ്ടാകണത്? എന്ന് തുടങ്ങുന്ന ഒരു ഇബാറത്ത് ഫത്ഹുൽ ബാരിയിൽ കാണാം. എങ്ങനെ രോഗം തുടങ്ങുന്നത്?
ഒരു മനുഷ്യന്റെ കർമ്മം ചീത്തയായാൽ, ഇത് ദുനിയാവിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം കേട്ടോ. രോഗം വരാന്ന് മാത്രമല്ല, നമുക്ക് പരിചയമുള്ള ചികിത്സകൾ രോഗം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത് പഠിച്ചോളി നന്നായിട്ട്. രോഗം വരിക എന്നതിനേക്കാൾ ഭയപ്പെടേണ്ടത് രോഗത്തിന് വേണ്ടി ചികിത്സിച്ചാൽ ശരീരത്തിൽ പുതിയ രോഗമുണ്ടാകുന്ന കാലഘട്ടമാണിത്. മരുന്ന് കുടിച്ചതിന്റെ പേരിൽ പ്രതിരോധ സംവിധാനം താറുമാറാകുന്ന കാലമാണിത്. വേദനാ സംഹാരിക്ക് വേണ്ടി, വേദന ഇല്ലാണ്ടാക്കാൻ വേണ്ടി മരുന്ന് കുടിച്ചതാണ്. ഇടയിൽ വരുന്ന, വല്ലപ്പോഴൊക്കെ വരുന്ന വേദന ഇല്ലാണ്ടാക്കാൻ മരുന്ന് കുടിച്ചതാണ് പെയിൻ കില്ലർ. അവസാനം കിഡ്നി തകർന്നു പോയി. കുടിച്ചത് മരുന്നാണെന്നാ വിശ്വാസം. സംഭവിച്ചതോ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന അവയവം താറുമാറായി. കേരളത്തിൽ ഒരുപക്ഷെ രോഗവർദ്ധനവ് കൂടുതലുണ്ടായത് മരുന്ന് ഉപയോഗം കൂടിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പല സദസ്സിലും പറഞ്ഞൊരു കാര്യമാണ്. ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തനായ മണിപ്പാൾ ഹോസ്പിറ്റലിലെ BM ഹെഡ് അവസാന കാലം തുറന്നു പറഞ്ഞൊരു വിഷയമുണ്ട്. നിങ്ങളിൽ പലരും രോഗം വന്നിട്ട് മരുന്ന് കുടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ആരോഗ്യവാന്മാരായി ജീവിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇപ്പ പറയണ ഇതൊക്കെ ഇപ്പ പറയണ. നിങ്ങൾക്ക് പലർക്കും തുടങ്ങുമ്പോ രോഗം ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. എങ്ങനെ? പെട്ടിപ്പീടിയും വെച്ച് തുടങ്ങിയത്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, മാള് വരെ ആയി. എവിടെ? ആലുവ ടൗണിലല്ല, എറണാകുളം ടൗണിലല്ല, ശരീരത്തിന്റെ കാര്യ പറയണത്. ഒരു മെഡിക്കൽ ഷോപ്പ് വീട്ടിൽ തന്നെ തുടങ്ങാം. ആ അവസ്ഥയിലാണ് പലരുടെയും അവസ്ഥ. പലർക്കും തുടങ്ങുമ്പോ ഒരു രോഗമായിരുന്നു. പലർക്കും ഇത് ശരിക്കും ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റാണ്. നിങ്ങൾ നിലവിൽ വീട്ടിൽ സുഖമില്ലാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. നിങ്ങള് പലർക്കും തുടക്കത്തിൽ ഒരു രോഗമാണ്. വിദഗ്ധനെ കണ്ടതുകൊണ്ട് ഒരുപാട് രോഗമായി. എന്ത് വർത്താനം ഇയാൾ പിന്നെ തെറ്റിച്ചു പറയാണല്ലോ. എങ്ങനെ? സ്പെഷ്യാലിറ്റിയിൽ MD അങ്ങനെയൊക്കെയാ പറയാം വമ്പന്മാര് വന്നിട്ട്. ഞാൻ സ്ഥാപനത്തിന്റെ പേരൊന്നും പറയാത്തത് ആർക്കും എടുക്കാനാവണ്ടെന്ന് കരുതിയിട്ടാണ്. നമ്മളങ്ങനെയാ പറയാ. ബഹുമിടുക്കനെയാ കാണിച്ചത് എന്ന് വെച്ചാൽ അതിന്റെ സ്പെഷ്യലിസ്റ്റിനെയാ കാണിച്ചത്. അതുകൊണ്ട് കുറച്ചുകൂടി സൂക്കേട് കൂടി കിട്ടി, വേറൊന്നും ഉണ്ടായിട്ടില്ല. കണ്ണൂര് തളിപ്രമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് ശ്രീകണ്ഠാപുരം എന്ന് പറഞ്ഞൊരു നാടുണ്ട്. ശ്രീകണ്ഠപുരം ഏതൊരു മഹാൻ അവിടെ പോയി താമസിച്ചുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. എന്തോ ആവട്ടെ. അവിടെ ഒരു വളരെ രസികനായ ഒരു പ്രഭാഷകനും ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ രോഗം മാറി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് രോഗം ഇടത്തേക്ക് മാറി എന്ന് അർത്ഥം. ഇപ്പൊ ഒരാള് രോഗം മാറി എന്ന് പറഞ്ഞാൽ വേദന മാറി എടുത്തേക്ക് നെഞ്ഞുമലേക്ക്. അതിനും മാറ്റം എന്നാ പറയാ, സ്ഥലം മാറ്റം എന്ന് പറയും പോലെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വിഷയം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇത് പറയണ മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും കേൾക്കണ വയലല്ലല്ലോ ഇത്. രോഗം മാറി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് എന്താ അർത്ഥം? ആള് മുണ്ടണില്ല കേട്ടോ, ഇത് പേജല്ല, എല്ലാവരും കൂടി ബേജാറായി ഇരിക്കാനുള്ള പ്രശ്നം. രോഗം മാറി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റം, സ്ഥലം മാറ്റം കിട്ടി, കുറച്ചും കൂടി അടുത്തേക്ക് കിട്ടി. ജോലി, സ്കൂൾ അധ്യാപകരൊക്കെ ആവുമ്പോൾ വീട്ടിനടുത്തേക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ വയറ്റിലുണ്ടായതായിരുന്നു, അവിടുന്ന് കുറച്ചും കൂടി അടുത്തേക്ക് കിട്ടി. അടുത്തേക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ മരിക്കാൻ അടുപ്പുള്ള രോഗമായി കിട്ടി. വീട്ടിന്റെ അടുത്തേക്ക് കിട്ടിയെന്ന് പറഞ്ഞാല് കുറച്ച് കൂടുതൽ കാലം കിടക്കേണ്ട വീട് അതാണല്ലോ. ഇതാണ് കഥ. നിങ്ങൾക്ക് എതിരുണ്ടോ? ഞാൻ പറഞ്ഞതിനോട് എതിര് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇനി പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അതിന്റെ എല്ലാ തെളിവ് എന്റെ കയ്യിലുണ്ട്. മരുന്ന് കുടിച്ചിട്ടാ സൂക്കേട് കൂടിയത്. ചില ആളെ മുട്ടൊന്നും മടങ്ങാത്തത് ആകെ ബെൻഡായത് എന്തുകൊണ്ടാ? കുടിച്ച് മരുന്നിന്റെ കടുപ്പം കൊണ്ട് അവിടെ ഫ്ലൂയിഡൊക്കെ ദ്രവിച്ച്. നിഷേധിക്കാൻ പറ്റില്ല. വളരെ ഗുരുതരമായ വിഷയമാണിത്. അപ്പൊ രോഗം വരാതെ നോക്കലാണ് നല്ലത്, രോഗം വരാതെ സൂക്ഷിക്കലാണ് നല്ലത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ എന്ന് പറയാമെന്നല്ലാതെ അതിന്റെ വഴി നമ്മൾ ആരും സ്വീകരിക്കാറില്ല. രോഗം വരാതെ ജീവിക്കാൻ ഏറ്റവും നല്ല വഴി ഏതാണ്? സുന്നത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളാണ്. ഈ കാലത്ത് മനുഷ്യർക്കിടയിൽ വ്യാപിക്കുന്ന രോഗങ്ങളെ കുറിച്ചൊരു പ്രയോഗമുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അങ്ങനല്ലേ പറയാ, ജീവിതശൈലി രോഗങ്ങൾ എന്നാണ്.
തിബ്ബുൻ നബവി പഠിക്കുമ്പോൾ ഒരു പേപ്പർ പഠിക്കേണ്ടത് ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ തെറാപ്പി എന്നുള്ളതാണ്. ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ തെറാപ്പി എന്നുള്ളതാണ് എനിക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു പേപ്പർ. ILST എന്ന് പറയും, ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ. ജപ്പനീസ് ലൈഫ് സ്റ്റൈൽ ഉണ്ട്, യൂറോപ്യൻ ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ഇന്ത്യൻ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ അതായത് സുന്നത്തുർ റസൂൽ. ഒരു മനുഷ്യന്റെ മനസ്സിനോ ശരീരത്തിനോ രോഗം വരാതെ സൂക്ഷിക്കാൻ സഹായകമാകുന്ന ജീവിത രീതിയാണ് ഇസ്ലാം. അനുസരണയുള്ളവൻ, അനുസരണയുള്ള ശരീരം എന്നാണ് അർത്ഥം. ആരോഗ്യവാൻ എന്ന് പറഞ്ഞാൽ അനുസരണയുള്ള ശരീരം എന്ന അർത്ഥം. അപ്പൊ കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇവിടെ എന്തോ ചൊറിയണം, പക്ഷെ ഇവിടെ നിങ്ങട്ട് അനുസരിക്കണില്ല, അതിനാ രോഗം എന്ന് പറയാ. അനുസരണയില്ലാത്ത ശരീരത്തിനാണ് രോഗി എന്ന് പറയുക. ഓരോന്നും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ്. ശരിക്കും ബാത്റൂമിൽ ഇരിക്കണം എന്നുണ്ട്, പക്ഷെ മുട്ട് അനുസരിക്കുന്നില്ല. കാലിന്റെ മുട്ട് എന്നല്ല പറയാം, ഇവിടെ എന്താ പറയാ, ഇവിടെ അനുസരിക്കില്ല. നിസ്കാരത്തിൽ സുജൂദ് ചെയ്യണം എന്നൊക്കെ പൂതിയുണ്ട്, പക്ഷെ മുട്ട് അനുസരിക്കണ്ടേ, ഇത് അനുസരിക്കണില്ല. നിങ്ങളുടെ അവയവം നിങ്ങളെ അനുസരിക്കാത്ത അവസ്ഥക്കാണ് രോഗം എന്ന് പറയുന്നത്. മക്കൾ അനുസരിക്കാഞ്ഞാൽ എന്ത് പ്രയാസമാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രയാസം മക്കള് അനുസരിക്കാതെ ഇരിക്കുമ്പോഴാണ്. എന്നാൽ സ്വന്തം ശരീരം തന്നെ അനുസരിക്കാത്ത, സ്വന്തം ശരീരം തന്നെ നിന്നെ അനുസരിക്കാത്ത അവസ്ഥ. അപ്പോഴാണ് ഓർമ്മിക്കേണ്ടത്, ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ചെയ്യുന്ന ദുൽമിൽ നിന്നാണ് രോഗം. ഇത് തുറന്നു പറയണേന് പേടിക്കണ്ട. ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മം ചീത്തയായാൽ, ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മം ചീത്തയായാൽ, അമല് ചീത്തയായാൽ, അതിനനുസൃതമായ പ്രതിഫലമാണ് അവന് ലഭിക്കുക. ഇതെന്റെ അഭിപ്രായമല്ല പറയണത്, ലോക പ്രശസ്ത പണ്ഡിതൻ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാ തങ്ങളുടെ അഭിപ്രായം. പണ്ഡിതരിയ്ക്കുന്ന വേദിയാണ്, പണ്ഡിതരിയ്ക്കുന്ന വേദിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ജീവിക്കുന്ന കാലത്ത് റാഹത്തായി ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കണം. നഷ്ടപ്പെട്ടു പോയി എന്നൊന്നും നിങ്ങൾ ആരും ഭയപ്പെടരുത്. ഇനി എങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയുമെന്നും നിങ്ങൾ ഭയപ്പെടരുത്. അള്ളാഹുവിന്റെ കലാം നിങ്ങളോടൊപ്പം. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദർശനങ്ങൾ നിങ്ങളോടൊപ്പം. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. രോഗിക്ക് ഇത്ര കടുപ്പായില്ല, ഇനിയിപ്പോ എങ്ങനെ മാറാനാ? അങ്ങനെ ചിന്തിക്കുന്നത് പോലും അബദ്ധമാണ്. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ. ഒരു അറാബി വന്ന് ചോദിക്കുകയാണ്, ഒരു സാധാരണ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കാൻ പാടുണ്ടോ ദൂതരെ? ഞങ്ങൾക്ക് ചികിത്സിക്കാൻ അനുവാദമുണ്ടോ? ഒരു മനുഷ്യന്റെ അടുത്ത് പോയി ചികിത്സ തേടുന്നത് ശിർക്കാകുമോ എന്ന് പേടിച്ചിട്ടാ ചോദ്യം. രോഗം വന്നാൽ ക്ഷമിച്ച് കൂടലാണോ വേണ്ടത്? മറ്റൊരാളോട് പോയി രോഗത്തിന്റെ ആവലാതി പറയുന്നത് ശിർക്കായി പോകുമോ? സഹായം ചോദിക്കുന്നത്, മനുഷ്യനോട് സഹായം ചോദിക്കുന്നത് ശിർക്കായി പോകുമോ എന്ന തോന്നലിൽ നിന്നാവാം ഒരു പക്ഷേ. അല്ലെങ്കിൽ രോഗം വന്നാൽ അത് വിട്ടുമാറില്ല എന്ന അന്ധവിശ്വാസത്തിൽ നിന്നാവാം ആ ചോദ്യം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വചനമുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല തദാവൂ യാ ഇബാദല്ലാഹ്, തദാവൂ യാ ഇബാദല്ലാഹ്. ഏ അല്ലാഹുവിന്റെ അടിമകളെ, രോഗം പിടികൂടിയാൽ നിങ്ങൾ ചികിത്സിക്കണം. രോഗം പിടികൂടിയാൽ നിങ്ങൾ ചികിത്സിക്കണം. ഇന്നല്ലാഹ അസ്സ വജല്ല ലം യലഉ ദാഅൻ ഇല്ലാ വലഅലഹു ശിഫാ ഔ കമാ ഖാൽ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സന്തോഷകരമായ വാക്യമാണ്. രോഗം മാറുമോ മാറില്ലേ എന്ന നിരാശയിൽ, സങ്കടത്തിൽ, പ്രയാസത്തിൽ എത്ര കാലമായി നാം നിരാശയിൽ കഴിയുന്നു പ്രിയപ്പെട്ടവരെ. എത്ര സന്തോഷകരമായ വചനമാണ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. നിശ്ചയം നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണം. എന്തുകൊണ്ട്? അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. ലം യുനസ്സിൽ ദാഅൻ
ഈ സദസ്സിൽ രോഗികളുണ്ടോ? അവർ ഈ ഹദീസ് ഒന്ന് എഴുതി വെക്കണേ. എല്ലാ ദിവസവും ഈ ഹദീസ് വായിച്ചു നോക്കണേ. ലം യുനസ്സിൽ ദാഅൻ, ഒരു രോഗത്തെയും അല്ലാഹു ഇറക്കിയിട്ടില്ല. ഇല്ലാ അൻസല ലഹു ശിഫാ, ആ രോഗത്തിന് ശിഫയെ ഇറക്കിയിട്ടല്ലാതെ, ആ രോഗത്തിന്റെ ശിഫയെ ഇറക്കിയിട്ടല്ലാതെ. ഇതെത്ര സന്തോഷമാണ്. നമ്മളോട് ഡോക്ടർ പറയുന്നത് എന്താ? നിങ്ങൾ മരുന്ന് കഴിച്ചോളി, സുക്കേട് മാറില്ലെന്നുണ്ടാവില്ല, ഇതിങ്ങനെ കൺട്രോൾ ചെയ്ത് പോവാം. അല്ല, ഡോക്ടേഴ്സ് പറയുന്നത് നോട്ട് എ ക്യൂറബിൾ, മാറില്ല. പക്ഷെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മെഡിക്കൽ സയൻസിൽ പറയും there is not incurable disease, there is not incurable disease, വിട്ടുമാറാത്തൊരു രോഗമില്ലെന്ന്, വിട്ടുമാറാത്ത രോഗമില്ലെന്ന്, സർവ്വരോഗത്തിനും ശിഫയുണ്ടെന്ന് മുഹമ്മദ് റസൂൽ. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അല്ലാഹുവിന്റെ വഹി പ്രകാരമല്ലാതെ സംസാരിക്കാതെ മുഹമ്മദ് റസൂൽ. വമാ യന്തിഖു അനിൽ ഹവാ, അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ നിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിയതുപോലെ സംസാരിക്കുന്നയാളല്ല. അവിടുന്ന് പറഞ്ഞിരിക്കുന്നു സർവ്വരോഗവും ശിഫയാകുമെന്ന്. എന്റെ രോഗം നീ ശിഫയാക്കണം. ഈ ഒരൊറ്റ വാക്ക് മതി നിങ്ങളുടെ രോഗം ശിഫയാവാൻ. നിങ്ങളെന്താ പറയല്? സുക്കേട് മാറുകയും ചെയ്യില്ല, എന്നാലും ഒന്ന് ദ്വാർക്കണേ. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ, ഇവിടെ രോഗികൾ ഉണ്ടെങ്കിൽ അവര് കേൾക്കാനാ പറയേണ്ടത്, ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം ശിഫയാകുമെന്ന വിശ്വാസമില്ല എന്ന് വെച്ചാൽ അള്ളാഹു ശിഫയാക്കുമെന്ന വിശ്വാസമില്ല. നിങ്ങൾ അക്കാര്യത്തിൽ മുഅ്മിനല്ല. പിന്നെ എങ്ങനെ രോഗം മാറും? നിങ്ങൾ പറയേണ്ടിയിരുന്ന വാക്കെന്താണ്? ഒരു രോഗത്തെയും അള്ളാഹു ഇറക്കിയിട്ടില്ല, സർവ്വരോഗത്തിനും ശിഫയുണ്ടെന്ന് പറഞ്ഞു. ആര്? മുഹമ്മദ് റസൂൽ. വെറുതെ പറഞ്ഞൊന്നല്ല. അറബികൾക്കിടയിൽ അങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അറബികൾക്കിടയിൽ രോഗം വന്നാല് ചികിത്സിച്ചിട്ട് ഭേദമായില്ലെങ്കിൽ അവര് നാട്ടുകൂട്ടം എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്തായാലും പറയാ ഗ്രാമസഭ, പുതിയ ഭാഷയെ പറഞ്ഞ ഗ്രാമസഭ. ഓരോ ഗോത്രങ്ങളായിട്ടാണ് അറബികൾ ഉണ്ടാവുക. ഓരോ ഗോത്രങ്ങൾ, ഓരോ മലയിടുക്കിലും അവരൊരു ഗോത്ര താമസിക്കുക. മനസ്സിലായില്ലേ? ഓരോ മല, അജിയാദ് മലന്റെ ആടെ ഒരു ടീം, മറ്റേ പിന്നെ ജബൽ അബി ഖുബൈസിന്റെ ആ ഭാഗത്ത് ഒരു ടീം, ഇങ്ങനെ ഓരോ മലന്റെ അടുത്താണ് ഓരോ ടീം ഉണ്ടാകുക. അങ്ങനെയാ മക്കത്ത് പഴയ കാലത്ത് താമസം. അപ്പൊ അവര് നാട്ടുകൂട്ടം കൂടിയിട്ട്, ഗ്രാമസഭ കൂടിയിട്ട്, 1-ാം വാർഡ് കമ്മിറ്റി, 2-ാം വാർഡ് കമ്മിറ്റി, നമ്മളെ പുതിയ ഭാഷയെ പറഞ്ഞാല് കൂടിയിട്ട് പറയും, ഈ ചങ്ങായിരെ സുക്കേട് മാറില്ല, അതുകൊണ്ട് ഇനി ഇവനെ വീട്ടിൽ കിടത്തിയാൽ പറ്റൂല. അങ്ങനെ എല്ലാവരും കൂടി മീറ്റിംഗ് കൂടിയിട്ട് ഈനെ എടുത്തുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും ജനങ്ങളില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കും. അതിപ്പോ പുതിയ ടൈപ്പ് ഉണ്ട്. ഇപ്പം വയസ്സായ തള്ളാരൊക്കെ ചില ആൾ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലൊക്കെ കളയുണ്ട്. മരുഭൂമിയിലാന്നല്ലാന്ന് മാത്രം. റോഡുമ്മ കളയുന്നവരുണ്ട്. അങ്ങനൊക്കെ പഠിത്ത് വാർത്തകൾ വായിച്ചു. റോഡിൽ കളയുന്നവരുണ്ട്. പിന്നെ കളയാൻ മാത്രമുള്ള പണി എടുത്തോണ്ടാണ്. അതിന് കുട്ടികളെ കുറ്റപ്പെടുത്താനും ഞാനില്ല കേട്ടോ. അതിന് ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്തൂല. ആ ചെറിയ കാലത്ത് അള്ളാനെ പഠിപ്പിച്ചിട്ടില്ല. അതിനൊന്നും എതിർക്കണ്ട ഉസ്താദെ, നിങ്ങൾ ആരും എതിർക്കണ്ട. ഈ റോട്ടുമ്മ കളയുന്നല്ല, അക്കളി കളിച്ചോണ്ട് കളയപ്പെടുന്നതാ. അയാൾ പറഞ്ഞിട്ട് വെറുതെ മക്കളെ മാത്രം പഠിപ്പിക്കൊന്നും വേണ്ടാരും. ചെറുപ്പത്തിൽ അജ്ജാതി കളിയാ കളിച്ചിട്ടുണ്ടായില്ലേ? അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവില്ല, റസൂലുള്ളാഹിനെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഈ കുട്ടിക്ക് എങ്ങനെ ഇത് ഉപ്പയാണും വേണം തോന്നുക? അത് ഇടങ്ങേറായിക്കോട്ടെ, അതിന് വലിയ വിഷയം ഒന്നാക്കണ്ട. അതിനുവേണ്ടി ദ്വാരക്കി പോരാ. നിങ്ങൾ ചെറുപ്പത്തിൽ എന്താണോ മക്കൾ കൊടുത്തത് അതേ നിങ്ങൾക്ക് വലുപ്പത്തിൽ അനുഭവിക്കാൻ പറ്റുമെന്ന് മുഹമ്മദ് റസൂൽ. അതിനൊന്നും എതിരൊന്നും സംഭവിക്കില്ല. സ്നേഹിച്ച മാതാപിതാക്കളെ മക്കൾ റോഡിൽ ഉപേക്ഷിച്ചിട്ടില്ല. വളർത്തേണ്ട പോലെ വളർത്തിയ മാതാപിതാക്കളെ മക്കൾ തെരുവിൽ ഉപേക്ഷിച്ചിട്ടില്ല. ആ പാടൊന്നും ആരും മറക്കണ്ട. മനസ്സിലായില്ലേ? നമുക്കല്ല ഇത്ര ദൂരം ഓടിയാലും ഓരോ മണിക്കൂറിൽ ഉമ്മാനെ വിളിക്കാനും ഉപ്പാനെ വിളിക്കാനും തോന്നുന്നത് എന്തുകൊണ്ടാ തോന്നുന്നത്? ആ കോലത്തിലാ വളർത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെയാ തോന്നുന്നത്. എങ്ങനെയാണോ നിങ്ങൾ വളർത്താൻ അതുപോലെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഏത് ഭാഷയാണോ പഠിപ്പിച്ച ആ ഭാഷ സംസാരിക്കല്ലോ പിള്ളേര്. നല്ല ഉഷാറുണ്ട് നമ്മൾ പറയില്ലേ? എന്താണോ പഠിപ്പിച്ചത് അതിനനുസരിച്ചുള്ള റിസൾട്ട് പിള്ളേര് തരും കേട്ടോ. ഉപ്പാനെ നോക്കലിന് ലാഭകരമല്ല എന്ന് തോന്നിയാ വല്ലാണ്ട് എക്കണോമിക്സ് പഠിപ്പിച്ച കുട്ടികൾ പിന്നെ നിങ്ങളെ നോക്കലുണ്ടാവില്ല. അങ്ങനെയാണ്. ലാഭമുണ്ടോ? കറവ പറ്റിയ പശുവിനെ അറുക്കാൻ കൊടുക്കണ പോലെ ചിലപ്പോൾ കൊടുത്തേക്കും. അതിനൊന്നും നമ്മളാരും അതിൽ കുട്ടികൾ ശരിയില്ല, മാതാപിതാക്കളെ കടപ്പാട്, ഒരു കടമെങ്കിലും ഒരു കടപ്പാടും ഇല്ല. നോയിക്കോളി മക്കളെ ശരിക്കും.
ഒക്കെ വെറുതെ പറഞ്ഞു പേടിപ്പിക്കലാണ്. എന്നതുപോലെ തന്നെയാണ് ശരീരത്തിന്റെ കാര്യമൊക്കെ. നിങ്ങൾ ശരീരത്തോട് നീതി പുലർത്താത്തപ്പോൾ ശരീരത്തിലെ അവയവങ്ങൾ നിങ്ങളോട് നീതി പുലർത്താതെയായി. അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും, അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത് സർവ്വരോഗങ്ങളും ശിഫയാകും. ശിഫയാവില്ലെന്ന ഭയം നാം ഉപേക്ഷിക്കണം. ശിഫയാവാത്ത രോഗം അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കൂല. അപ്പൊ അങ്ങനെ ഒരു അന്ധവിശ്വാസമുള്ള കാലത്ത് മരുഭൂമിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. അങ്ങനെ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, മരുന്ന് കിട്ടാതെ, പരിചരണം കിട്ടാതെ മനുഷ്യൻ മരിച്ചു പോകും. ജീവജാലങ്ങൾക്ക് ഭക്ഷണമായി തീരും. അത്ര ക്രൂരമായൊരു മനോഭാവം ഉണ്ടായിരുന്നു. മരുന്നില്ല എന്നതായിരുന്നു അവർ കാരണം പറഞ്ഞിരുന്നത്. മുത്തുനബിയുടെ ആദ്യ പ്രഖ്യാപനം അങ്ങനെയായിരുന്നു. ഈ രോഗത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞ അറബ് സമൂഹത്തോട്, ഈ രോഗത്തിന് മരുന്നില്ലെന്ന് പറഞ്ഞ അറബ് രാജ്യത്തെ വൈദ്യ സമൂഹത്തോട്, അറബ് രാജ്യത്തെ വൈദ്യന്മാരോട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആദ്യത്തെ വാക്കിതായിരുന്നു, ലികുല്ലി ദാഇൻ ദവാ. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, സർവ്വരോഗത്തിനും മരുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂൽ. അന്ന് ഗ്രീക്ക് മെഡിസിൻ ഉണ്ടായിരുന്നു. യുനാനി ചികിത്സ എന്ന പേരിൽ ഇന്നറിയുന്ന ഗ്രീക്ക് ചികിത്സ ഉണ്ടായിരുന്നു. തിബ്സീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചൈനക്കാരുടെ ചികിത്സ ഉണ്ടായിരുന്നു. ആയുർവേദം എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരുടെ ചികിത്സ ഉണ്ടായിരുന്നു. അന്നും ജനങ്ങൾ ശരിയായ ചികിത്സ കിട്ടാതെ പ്രയാസത്തിലായപ്പോഴാണ് സർവ്വരോഗത്തിനും ശിഫയുണ്ടെന്നും മരുന്നുണ്ടെന്നും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരിൽ ആരെങ്കിലും രോഗം കൊണ്ട് കുറെ കാലമായി ബുദ്ധിമുട്ടാണെങ്കിൽ നാളെ രാവിലെ മുതലോ ഇന്ന് ഉറങ്ങുമ്പോൾ സന്തോഷത്തിൽ ഉറങ്ങുക. മാഷാ അല്ലാഹ്, ഇന്ന് ഉറങ്ങുമ്പോൾ വളരെ റാഹത്തിൽ ഉറങ്ങുക. നിശ്ചയം എന്റെ രോഗത്തിന് ശിഫയുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. നിശ്ചയം എത്രയോ കാലമായി രോഗത്തിന് ശിഫയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിശ്ചയം ഇന്നത്തെ രാവ് എനിക്ക് സന്തോഷകരമാണ്. ഖുർആനിലും തിരുസുന്നത്തിലും എന്നെ പിടികൂടിയ രോഗത്തിന്റെ ശിഫയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു.